എൻ്റെ അമ്മോ, ജിൻഡോ എന്ത് ഭാവിച്ചാണ് 50 ഡേയ്സ് കഴിഞ്ഞ് ആശ കളി മാറ്റി പിടിച്ചിരിക്കുകയാണ്. മൊത്തം ഫയർ. പുറത്തിറങ്ങി വന്ന് ഗബ്രി പറയുന്നുണ്ടായിരുന്നു റോക്കി അടിച്ചിരുത്താൻ കഴിവുള്ള ആളാണ് ജാസ്മിൻ. എന്നാൽ ജിൻഡോടൊന്ന് മുട്ടി നോക്കട്ടെ ഗബ്രി, ഇപ്പം അറിയാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പ്രമോല് കാണുന്നുണ്ട് വ്യക്തമായിട്ട് നാക്കടച്ചിരിക്കുകയാണ്, ഒന്നും പറയാനില്ലാതെ ഉത്തരം മുട്ടിയിരിക്കുന്ന ജാസ്മിൻ. സംഭവം ഇതാണ്, ജിൻഡോ ജാസ്മിൻ വഴക്കില് അവിടെ ഇവിടെയും കിടന്ന് ചെലയ്ക്കാനും നുണ പറയാനും മാത്രമേ ജിൻഡോയ്ക്ക് പറ്റുള്ളൂ, അല്ലാതെ ഒരു പുണ്ണാക്കും പറ്റില്ല എന്ന് ജാസ്മിൻ പറയുമ്പോൾ നമ്മുടെ ജിൻഡോ വളരെ സ്ട്രോങ് ആയി തിരിച്ചു വരേണ്ടത് നീ ഒരു പുണ്ണാക്കും അല്ലടിയെന്ന്, നീ കാരണമാണ് അവൻ പോയത് എന്ന് പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കേണ്ടത് ആര് പോയത്, നീ പറയണമെങ്കിൽ എന്നെ പറയുമെന്ന് പറയുന്നുണ്ട്. അവൻ ഗബ്രി പോയത് നീ കാരണമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നിന്റെ മുഖത്തെ സന്തോഷം എന്ന് ജിൻഡോ മുഖത്ത് നോക്കി പറയുമ്പോൾ ജാസ്മിൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. പ്രൊവോക്ഡായ ജാസ്മിൻ പറയുന്നുണ്ട് നീ അവൻ ഇവന് പറയാതെ എന്നെ പറ, അവൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അത് എൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞവിടെ കയറി നമ്മുടെ ജിൻഡോ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത്, അത് നിന്റെ മിടുക്ക്, നീ ബ്രില്യൻ്റ് ആണ്, നിന്നെ പോലെ ഒരുത്തിയുടെ കൂടെ കൂട്ടുകൂടിയത് കൊണ്ട് മാത്രമാണ് അവന് പുറത്തു പോവേണ്ടി വന്നത്, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് നിന്ന് നന്നായി കളിച്ചേനെ, അത് അവൻ്റെ വിധി എന്ന് പറയുമ്പോൾ ഉത്തരം മുട്ടി ബ്ലിങ്കസ്യാന്നിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ അമ്മോ, ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് ആരാ പറഞ്ഞ്? നല്ല വ്യക്തമായി ജാസ്മിൻ്റെ വായ അടപ്പിക്കുന്ന പോലെ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് ജിൻഡോ.